എന്താണ് സിനിമ? സിനിമ സമൂഹത്തെ രൂപപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു ചുറ്റികയാണോ? സമൂഹത്തിന് നേർക്ക് പിടിച്ചൊരു കണ്ണാടിയാണോ? സിനിമ ഒരു കലാരൂപമാണോ? സിനിമ ഒരു കച്ചവട വസ്തുവാണോ? സിനിമയെ പറ്റി പലർക്കും പല അഭിപ്രായമാണുള്ളത്. സിനിമ ഒരു കച്ചവട വസ്തുവായിട്ട് ഒരു ബിസിനസ്സായി കാണുന്ന ആളുകൾ കൂടുതലും ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ സിനിമയാണ്. ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായിട്ട് പറയാൻ കഴിയുന്നത് ജോഷി, ഷാജി കൈലാസ്, സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ ഇങ്ങനെയുള്ളവരുടെ സിനിമകളാണ്. ഇത് തന്നെ രണ്ട് കാറ്റഗറിയാണ്. ഒരു വിഭാഗം ആളുകൾ ഒരു ലാർജർ ദാൻ ലൈഫ് നായക കഥാപാത്രം ഉണ്ടാവും, പുള്ളി എല്ലാവരെയും ഇടിച്ചു തോപ്പിക്കും. മറ്റേ വിഭാഗം കുറച്ചുകൂടി കോമഡി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ രണ്ടിലും കോമൺ ആയിട്ട് വേറൊരു കാര്യമുള്ളത് ആടിപ്പാടാൻ ഒരു നായിക ഉണ്ടാവും. ചില സിനിമകളിൽ വളരെ അപൂർവമായിട്ടാണെങ്കിലും റിലവൻ്റ് ആയിട്ടുള്ള നായിക കഥാപാത്രങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്, കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത്. കൂടുതൽ ആളുകൾ സിനിമ കാണുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. അവരുടെ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞ് ടെൻഷനൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് അവർ തിയേറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായും കൊമേഴ്ഷ്യൽ സിനിമ തന്നെ പ്രിഫർ ചെയ്യും. കാരണം ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് ഈ സിനിമയ്ക്ക്. ഒരു സിനിമയിൽ ഒരു 3 ഫൈറ്റ് ഉണ്ടാവും, 4 പാട്ടുണ്ടാവും, 5 ഡാൻസ് ഉണ്ടാവും, അങ്ങനെ എന്തുണ്ടാവും എന്നൊരു സാധനം കിട്ടും. ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല അനുസരിച്ച് ഇത്ര കിട്ടുമെന്നൊരു പ്രതീക്ഷയിൽ ആളുകൾ പോവും. പക്ഷേ ഈ ഫോർമുലയുടെ പ്രശ്നം വെച്ചാൽ ഇത് റിപ്പീറ്റ് ചെയ്ത് കാലം കഴിയും തോറും അതിൻ്റെ ഒരു ശോഭ കെട്ട് ഫോർമുലകൾ റിപ്പീറ്റ് ചെയ്യുന്നത് മടുക്കാൻ തുടങ്ങും. മലയാളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2010 അടുപ്പിച്ചുള്ള കാലത്ത് തിയേറ്ററുകളൊക്കെ ബിസിനസ് ഇല്ലാത്തത് കൊണ്ട് പൂട്ടിപ്പോകുന്ന, അല്ലെങ്കിൽ തിയേറ്ററുകൾ കല്യാണ മണ്ഡപങ്ങളാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇതായിരുന്നു. ഈ കൊമേഴ്ഷ്യൽ സിനിമകൾ ഫോർമുലകൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് മടുത്ത് മമ്മൂട്ടിയോ മോഹൻലാലോ വരും, വില്ലൻ്റെ ഗുണ്ടകളെ ഇടിച്ചു തെറിപ്പിക്കും, വലത്തോടത്തും കോമഡിയായ 2 കോമാളികളുണ്ടാവും, ആടിപ്പാടായിരുന്ന നായിക ഉണ്ടാവും. ഈ ഫോർമുല തന്നെ കണ്ട് മടുത്ത ആളുകൾക്ക് സിനിമയോടുള്ള താല്പര്യം ഇല്ലാണ്ടായിപ്പോവും. പക്ഷെ അപ്പോഴും അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകും. വേറൊരു കാരണം സാറ്റലൈറ്റ് റൈറ്റ് ആണ്. ചാനലുകൾ സിനിമ റിലീസാവുന്നതിന് മുമ്പ് തന്നെ വലിയ എമൗണ്ട് സാറ്റലൈറ്റ് റൈറ്റ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ആ സാറ്റലൈറ്റ് റൈറ്റ്സ് കൊണ്ട് മാത്രം സിനിമ നിലനിന്ന് കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ന്യൂ ജനറേഷൻ സിനിമ വന്നു, സിനിമ റിവൈവായി. അതിനെപ്പറ്റി നമുക്ക് വേറെ ഫീച്ചർ ചെയ്യാം. സോ ഇതാണ് കൊമേഴ്ഷ്യൽ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. ഇത് എൻ്റർടൈനിങ് ആണ്, പക്ഷേ പണം എന്നൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് കൊമേഴ്ഷ്യൽ സിനിമയിലെ കൂടുതൽ ആളുകളും വരിക. സോ അവർ ഏറ്റവും സേഫ് ആയിട്ടുള്ള, ഏറ്റവും വിജയ സാധ്യതയുള്ള വിന്നിങ് ഫോർമുലകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനുഷ്യർക്ക് മടുത്തു കഴിഞ്ഞാലും വീണ്ടും മാക്സിമം ക്യാഷ് ഗ്രാബ്, മിൽക്ക് ചെയ്ത് പണം ഉണ്ടാക്കുക എന്നൊരു സ്കീമിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് കൊമേഴ്ഷ്യൽ സിനിമ. ഇറ്റ് ഈസ് എൻ്റർടൈനിങ്, പക്ഷേ അതിൻ്റേതായ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പാസ്റ്റിലെ മിസ്റ്റേക്കുകളിൽ നമ്മൾ പാഠം പഠിച്ചില്ലെങ്കിൽ വീണ്ടും ആ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് കൊമേഴ്ഷ്യൽ സിനിമ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അപ്പുറ സൈഡിൽ നിൽക്കുന്ന എന്താണ്? ആർട്ട് ഹൗസ് സിനിമ, കലാപരമായ സിനിമ, അവാർഡ് സിനിമ എന്നൊക്കെ നമ്മൾ പറയാം. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനാണ്. ഒരു പ്രധാനമായും ഫിലിം മേക്കറിൻ്റെ ഉള്ളിലുള്ള വേദനകൾ വേറൊരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ സിനിമയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകളായിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇത് ബോറിംഗ് ആയിരിക്കും. സിനിമയോട് അക്കാദമിക്കലി ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് കണ്ടിരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു സിനിമയാണ്. എല്ലാത്തരം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന തരം സിനിമയല്ല ആർട്ട് ഹൗസ് സിനിമ എന്ന് പറയുന്നത്. കലാരൂപങ്ങൾ അങ്ങനെ ജനങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ പർപ്പസ് ഇല്ലാണ്ടായിക്കാൻ അത് പിന്നെ വല്ലാണ്ട് അബ്സ്ട്രാക്റ്റ് ആയി പോവും. ആർട്ട് ഹൗസ് സിനിമ മലയാളത്തിൽ പ്രധാനമായിട്ട് പറയുന്ന പേരുകൾ അടൂർ ഗോപാലകൃഷ്ണൻ, GR രവീന്ദ്രൻ, ഷാജി N കരുൺ, ജോൺ അബ്രഹാം ഇങ്ങനെയുള്ള ആളുകളാണ്. സമാന്തര സിനിമ എന്നും പറയാറുണ്ട്. ഇന്ന് ഈ സമാന്തര സിനിമയ്ക്ക് വലിയ നിലനിൽപ്പില്ല. കാരണം സിനിമയുടെ പ്രൊഡക്ഷൻ ചെലവുകളൊക്കെ ഒരുപാട് കൂടി. തിയേറ്ററിൽ ആൾ കയറാത്ത തരത്തിലുള്ള സിനിമകൾ നിർമ്മിക്കുക എന്നത് പ്രായോഗികമല്ലാത്തൊരു കാലഘട്ടമാണ്. അടൂരിനെ പോലെ വളരെ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ പോലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് നമ്മുടെ മൂന്നാമത്തെ സിനിമ? മധ്യവർത്തി സിനിമ. അതായത് നമ്മുടെ പത്മരാജൻ, ഭരതൻ, KG ജോർജ്, ലോഹിതദാസ് ഇങ്ങനെയുള്ള ആളുകൾ ചെയ്ത സിനിമകൾ. ഇവർ സിനിമയ്ക്ക് കലാപരമായ മൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് സിനിമയിലൂടെ ഫിലോസഫികൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേസമയം സിനിമയെ ജനകീയമാക്കി നിർത്താനും ശ്രമിച്ചിട്ടുണ്ട്. രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച ആളുകളാണ്. സോ ഇതാണ് മലയാള സിനിമയുടെ 3 ലെവലുകൾ എന്ന് പറയുന്നത്. ഒരു വശത്ത് നമുക്ക് അങ്ങേയറ്റം കൊമേഴ്ഷ്യലായിട്ടുള്ള മാസ് മസാല സിനിമകളുണ്ട്. മറ്റേ വശത്ത് അങ്ങേയറ്റം ബോറിംഗ് ആയിട്ടുള്ള അവാർഡ് സിനിമകളുണ്ട്. നടുക്കായിട്ട് ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള മധ്യവർത്തി സിനിമയുണ്ട്. നിങ്ങൾ ഇതിൽ ഏത് തരം സിനിമകളാണ് കൂടുതലായി ഇഷ്ടപ്പെടുന്നത്? കമൻറ്റ് ചെയ്യുക.